ഗൈസ്, അങ്ങനെ രണ്ടാം ഏകദിനം ഇന്ത്യ പരാജയപ്പെടുന്നു. ആദ്യത്തെ ഏകദിനം വിജയിച്ചു തുടങ്ങിയിരുന്നു, പക്ഷേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല. ആദ്യത്തെ ഏകദിനം എന്നല്ല, ടെസ്റ്റ് മാച്ചസ് നടക്കുന്ന സമയത്തും കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ചധികം തിരക്കും പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. എന്താണെങ്കിലും നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഇന്ത്യ എഗെയിൻ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങി, അത്യാവശ്യം നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്തു. എന്നിട്ട് പോലും ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റിയില്ല ഇന്ത്യൻ മണ്ണിൽ എന്ന് പറയുന്നൊരു കാര്യമാണുള്ളത്. എന്താണെങ്കിലും നിലവിൽ സീരീസ് 1-1 എന്ന് പറയുന്നൊരു നിലയിലേക്കും എത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങി, നല്ലൊരു തുടക്കം രോഹിത് ശർമ്മയും ജയ്സ്വാളും ചേർന്ന് ആദ്യത്തെ ഓവറുകളിൽ കുറച്ച് അടിച്ച് കളിക്കാമെന്ന് പറയുന്നൊരു പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ രോഹിത് ശർമ്മ 8 ബോളിൽ 14 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്താണ് ആ ഒരു വിക്കറ്റ് നഷ്ടമാകുന്നത്. നല്ല രീതിയിൽ തുടങ്ങിയതാണ്, പക്ഷേ അത് ഒരു 4.45 ഓവർ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അദ്ദേഹം ഔട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് 10 ഓവർ ആകുന്നതിന് മുമ്പ് ജയ്സ്വാളും ഔട്ടായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെയാണ് ഈ ഒരു മത്സരത്തിലെ ക്രൂഷ്യലായിട്ടുള്ള ഇന്നിങ്സ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വിരാട് കോഹ്ലിയും ഋതുരാജ് ഗെയ്ക്വാദും കൂടെ ചേർന്നെടുത്തിട്ടുള്ള 195 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് 156 പന്തിലാണ്. അപ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പ് വരുമ്പോഴത്തേക്കും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വിരാട് കോഹ്ലി എഗെയിൻ ഒരു സെഞ്ചുറി സ്വന്തമാക്കുന്നു, അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദും സെഞ്ചുറി സ്വന്തമാക്കുന്നു. വിരാട് കോഹ്ലിയെ പറ്റി പറയുമ്പം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അദ്ദേഹം അവസാനമായിട്ടൊരു മത്സരം കളിച്ചിട്ട് ഒരു സെഞ്ചുറി നേടുന്നത്. വീണ്ടും അദ്ദേഹം സെഞ്ചുറി നേടുന്നു. സ്റ്റിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു ബെസ്റ്റ് എന്ന നിലയിൽ ആകുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദ് ആ ഒരു പാർട്ണർഷിപ്പിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൊരു സപ്പോർട്ട്, അത് ഞാൻ ഏറ്റവും എടുത്ത് പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എടുത്തു പറയാനുള്ള കാരണം, ലാസ്റ്റ് മാച്ചിൽ നമ്മളൊരു ഇൻസിഡൻറ്റ് കണ്ടതാണ്. വിരാട് കോഹ്ലി ഓടി വരും, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലെയർ വരുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഋതുരാജ് ഗെയ്ക്വാദ് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടും ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു വലിയൊരു റൺസ് 195 റൺസ് എന്ന് പറയുന്നൊരു വലിയ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതും 2 താരങ്ങൾക്കും സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചതെന്നുള്ളതാണ്. അതിൽ ഗെയ്ക്വാദിൻ്റെ സെഞ്ചുറിയെ പറ്റി എടുത്തു പറയണം, കാരണം അദ്ദേഹത്തിൻ്റെ ഓഡിയയിലെ ആദ്യത്തെ സെഞ്ചുറി കൂടിയാണ്. അതും 77 പന്തിൽ നിന്ന് ആണ് ആ ഒരു സെഞ്ചുറി സ്വന്തമാക്കിയ ഒരു ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കോഹ്ലി ആണെങ്കിലും 93 പന്തിൽ 102 റൺസാണ്, ഗെയ്ക്വാദ് 83 പന്തിൽ 105 റൺസാണ് ഉണ്ടായത്. എന്താണെങ്കിലും ഇവരുടെ വിക്കറ്റ് പോകുന്ന ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പൊസിഷനിലായിരുന്നു എന്ന് പറയുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് ഔട്ടാകുന്ന സമയത്ത് 35.4 ഓവറിൽ 257 റൺസായിരുന്നു ഉണ്ടായിരുന്നത്. 3 വിക്കറ്റ് ആണ് നഷ്ടമാകുന്നത്. അതുപോലെ കോഹ്ലി ഔട്ടാകുമ്പോഴത്തേക്കും 39.1 ഓവറിലും 284 റൺസാണ്. ഇവിടെ നിന്ന് നമുക്കറിയാം, ആ ഒരു സമയത്ത് കളി കാണുന്നവർക്കൊക്കെ അറിയാം, മിക്കവാറും ഒരു 400 റൺസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ വരെ എത്താനുള്ള രീതിയിലാണ്, അങ്ങനത്തെ ഒരു ബേസാണ് ഇരുവരും ചേർന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത്. പക്ഷേ പിന്നീട് വന്നിട്ടുള്ള വാഷിങ്ടൺ സുന്ദർ പെട്ടെന്ന് ഔട്ടായി പോയൊരു റണ്ണൗട്ട് സിറ്റുവേഷനാണ് ഉണ്ടായത്. അതിനുശേഷം KL രാഹുലും ജഡേജയുമാണ് കളിച്ചത്. വിക്കറ്റുകൾ നഷ്ടമാകാതെ അവർ ബാറ്റ് ചെയ്തു, പക്ഷേ വലിയ തോതിലുള്ള 70+ റൺസ് മാത്രമാണ് ലാസ്റ്റ് 10 ഓവേഴ്സിൽ വന്നിട്ടുള്ളത്. അതിലിപ്പം KL രാഹുൽ ഭേദപ്പെട്ടൊരു ഇന്നിങ്സ്, കാരണം 43 പന്തിൽ 66 നല്ല റൺസ് തന്നെയാണ്. പക്ഷേ ഈ അവസാനത്തെ ഓവേഴ്സിൽ ഇത്രയും റൺസ് വരാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ജഡേജയ്ക്ക് വലിയ തോതിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 27 പന്ത് 24, അതിൽ ലാസ്റ്റ് ഓവറിലൊരു കൂറ്റനടി ഉണ്ടായി. കാരണം ലാസ്റ്റ് ഓവർ 18 റൺസ് എന്ന് പറയുന്ന ഒരു റൺസ് നേടിയെടുക്കാൻ സാധിച്ചു. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു 358 എന്ന് പറയുന്നൊരു സ്കോറ് തന്നെ കെട്ടിപ്പടുത്താനായിട്ട് സാധിക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു കാര്യത്തിലൊക്കെ ഒരു പ്രശ്നങ്ങൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹർദിക് പാണ്ഡ്യ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ റിങ്കു സിങ്ങിനെ പോലത്തെയൊക്കെ പ്ലേയേഴ്സ്, നമുക്കൊരു ഫിനിഷേഴ്സിൻ്റെ ഒരു പോരായ്മ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു. കാരണം ഇത്രയും ഇപ്പോൾ കോഹ്ലിയും ഗെയ്ക്വാദും ഒക്കെ ചേർന്നിട്ട് ഫോം ചെയ്തിട്ട് അവിടെ നമുക്ക് ആ ഒരു ഫിനിഷിങ് പോരായ്മകൾ കൊണ്ടാണ് 358 മാത്രം നമുക്ക് ചുരുങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എങ്കിഡി മാത്രമാണ് ഒരു 6-ൽ താഴെ ഒരു എക്കോണമിയിൽ പന്തെറിഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും നല്ലത്. ഇപ്പോൾ ബോഷിനൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 10 ആണ്. അങ്ങനെയുള്ള രീതിയിലാണ് 4 വിക്കറ്റ്സാണ് നേടിയെടുത്തത്. ഇപ്പം അതിൽ മാർക്കോ ജെൻസൻ്റെ 2 വിക്കറ്റാണ്, പിന്നെ ഒരു റണ്ണൗട്ടും അതിനകത്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ വിക്കറ്റ്, അതായത് ഡീകോക്കിൻ്റെ വിക്കറ്റ് ആദ്യം തന്നെ നഷ്ടമാകുന്നു. അപ്പം ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയാണ്. പക്ഷേ
പിന്നീട് മാർക്രോവും അതുപോലെ തന്നെ ബാവുമയും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രകടനം അത് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം 101 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പാണ് അവർ ചേർന്ന് ഉണ്ടാക്കിയെടുത്തത്. അപ്പം ബാവുമ ലാസ്റ്റ് മാച്ചിൽ കളിച്ചില്ല. ഈ മാച്ചിൽ അദ്ദേഹം തിരിച്ചു വരുമ്പം എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. അദ്ദേഹം 48 പന്തിൽ 46 റൺസാണ് എടുത്തത്. എന്നാൽ മാക്രം അദ്ദേഹമാണ് ഈ ഒരു മത്സരത്തിലെ സ്റ്റാർ. കാരണം 98 പന്തിൽ 110 റൺസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് നടത്തി. പിന്നെ വന്ന ബാറ്റേഴ്സ് എല്ലാം, ഇപ്പം ബ്രിഡ്സ്കി ആണെങ്കിലും 64 പന്തിൽ 68 റൺസ് എടുത്തു. അതുപോലെ ബ്രാവിസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 34 പന്തിൽ 54 റൺസ് എടുത്തു. ഇവരൊക്കെ തന്നെ മതിയായിരുന്നു, ഇവരൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു റൺസ് മതിയായിരുന്നു. അവസാനം ഒരു വലിയ ടൈറ്റിലേക്കൊന്നും പോയില്ല. പിന്നെ ഡിസോസിക്ക് ഒരു ഇഞ്ചുറി പറ്റി റിട്ടയർഡ് ആകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് കുറച്ച് ടൈറ്റ് ആയത്. പക്ഷേ അവിടെ ആണെങ്കിൽ പോലും ബോഷും മഹാരാജും അത് വളരെ സെൻസിബിളായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. അതാണ് അവർക്ക് ഗുണകരമായിട്ട് മാറിയത്. കാരണം വലിയ ഹിറ്റിന് പോകാതെ വിക്കറ്റുകൾ നഷ്ടമാകാതെ അവർക്ക് എടുക്കാവുന്ന റൺസേ ഉള്ളൂ. അപ്പം മാക്സിമം സിംഗിൾസും അതുപോലെ ഓടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ റൺസുകൾ നേടിയിട്ടാണ് അത് അവർ മാനേജ് ചെയ്തതെന്നുള്ളതാണ്. ഇനി ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ചിട്ടുള്ള ഫാക്ടേഴ്സ്, ഇപ്പം എഗെയിൻ ടോസ് നഷ്ടപ്പെടുന്നു, ഇതിലൊന്നും പറയാനില്ല. എത്രയോ മത്സരങ്ങളായിട്ട് ടോസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മളുടെ ഇന്നത്തെ ബാറ്റിംഗ് പെർഫോമൻസിൽ വിരാട് കോഹ്ലിയും ഋതുരാജിൻ്റെ ഒക്കെ പെർഫോമൻസ് വളരെ മികച്ചു നിന്ന് അവർ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അവസാനത്തെ 10 ഓവറിൽ കത്തിക്കയറാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ്. കാരണം ആ ഒരു സെറ്റ് ചെയ്തത് വെച്ച് 400+ റൺസ് ഈസിലി ഇന്ത്യക്ക് എടുക്കാമായിരുന്നു. പക്ഷേ ആ ഒരു തോതിൽ ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. പിന്നെ നമ്മുടെ ബോളേഴ്സിൻ്റെ പ്രകടനം അത് കുറച്ച് നിരാശപ്പെടുന്നത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്ന ഒരു താരമാണ് ഇപ്പോൾ പ്രസിദ്ധ് കൃഷ്ണയുടെ ഒരു ബോളിംഗ് പെർഫോമൻസ്. ഹർഷദീപും ജഡേജയാണ് ഒരു തരത്തിലെങ്കിലും കുറച്ച് എക്കോണമി പിടിച്ചൊക്കെ എറിഞ്ഞത്. പക്ഷേ ജഡേജയെ 10 ഓവർ തികച്ച് റീച്ചില്ല എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. പിന്നെ വാഷിങ്ടൺ സുന്ദർ, അദ്ദേഹം ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ടീമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ എത്ര ഓവേഴ്സ് എറിയിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു ചോദ്യമുണ്ട്. ആകെ 4 ഓവർ മാത്രമാണ് എറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ഓവർ എറിയിക്കാനാണെങ്കിൽ അവിടെ മറ്റൊരു ബാറ്ററെ കളിപ്പിച്ചുകൂടെ? ഇപ്പം തിലക് വർമ്മയുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ഒരു ഒഡിയെ ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് കളിപ്പിച്ചുകൂടെ എന്ന് പറയുന്ന നിലവിലത്തെ സാഹചര്യത്തിലൊക്കെ പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. കാരണം ജയ്സ്വാൾ ആണെങ്കിലും തിലക് വർമ്മയാണെങ്കിലും അത്യാവശ്യം ബോൾ, ഈ 4 ഓവർ എറിയാനാണെങ്കിൽ ഇവരെ കൊണ്ട് എറിയിപ്പിച്ചാൽ പോരെ. അവിടെ ഒരു എക്സ്ട്രാ ബാറ്ററുടെ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നൊരു സാഹചര്യം വരും. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതാണ് ഫീൽഡിംഗ് പെർഫോമൻസ്. വളരെ മോശം. എത്ര ക്യാച്ചുകൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എത്ര മിസ്ഫീൽഡ് കാരണം റൺസ്, ബൗണ്ടറീസ്, 6 ഇതൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ രവീന്ദ്ര ജഡേജയുടെ അടക്കം മൾട്ടിപ്പിൾ ടൈംസ് മിസ്ഫീൽഡ് കൊണ്ട് നമുക്ക് റൺസ് നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് 20-30 റൺസെങ്കിലും ഈ പറഞ്ഞ മിസ്ഫീൽഡ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ടീമിലെ ഈ ഒരു റിസൾട്ടിനെ ബാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. എന്താണെങ്കിലും ഇനിയിപ്പം അവസാനത്തെ മത്സരം വിജയിച്ച് ആ ഒരു പരമ്പര സ്വന്തമാക്കുക എന്ന് പറയുന്നൊരു കാര്യമാണുള്ളത്. പക്ഷേ നിലവിൽ നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടലി കുറച്ച് വീക്കാണ്. ഇപ്പം എടുത്തു പറയാൻ പറ്റുന്ന, നമുക്ക് പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഫാസ്റ്റ് ബോളർ ഒന്നും നിലവിൽ സ്കോഡില്ല. ഇപ്പോൾ ഹർഷദീപാണ് ഒരു പരിധിവരെയെങ്കിലും പെർഫോം ചെയ്യുന്നത്. എയ്തർ സിറാജ് ഓർ ബുംറയെ ടീമിൽ ഉൾപ്പെടുത്താൻ അവർക്ക് റെസ്റ്റ് കൊടുക്കുന്ന സാഹചര്യമാണുള്ളത്. അല്ലെങ്കിൽ ഷാമി, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കേണ്ട ഒരു സാഹചര്യം, ഇപ്പം അതിന് പറ്റിയൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്, അതൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് ആയി പോകുന്നു എന്ന് പറയുന്നൊരു ചോദ്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം വീക്കാണ് മൊത്തത്തിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വീക്കാണ്. ഇപ്പം 400 റൺസ് എടുത്തു കഴിഞ്ഞാലും സൗത്ത് ആഫ്രിക്ക അത് പിന്തുടർന്ന് വരികയാണെങ്കിൽ അവർക്കൊരു സാധ്യതയുള്ള നിലയ്ക്കൊക്കെയാണ് പറയേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ടെസ്റ്റിൽ നഷ്ടപ്പെട്ടത് ഓടിയിലെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.